രോഗങ്ങളുടെ രാത്രി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയ യേശുവിന്റെ മഹത്വത്തിന്റെ കര ഇന്ന് രാത്രി ശക്തിയോട് ഈ ഗ്രൗണ്ടിൽ ചലിക്കുക, ഈ ഗ്രൗണ്ടിൽ ചലിക്കുക. ഇത് വിടുതന്റെ രാത്രിയാ, ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയാ. യോദ്ധാവിന് ആമേ പത്രോസിനെ ബന്ധിച്ചതുപോലെ നാളുകൾ കൊണ്ട് ബന്ധിച്ച് തകർക്കുക. ആമേ ഇരുണ്ടുമൂടി കിടക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരുവാൻ പോകുക. ദൈവിക നിറവിന്റെ രാത്രി വെളിപ്പെടുകയാ. വെള്ളത്തിൽ മീതെ പരിവർത്തിക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പരിവർത്തിക്കപ്പെടുകയാ. പാപം വേണ്ട, ലോകം വേണ്ട, യേശുവിന്റെ കൃപ മതി, യേശുവിന്റെ കൃപ മതി, യേശുവിന്റെ വിടുതൽ മതി. ഇന്ന് രാത്രി ചില ജീവിതത്തിനകത്ത് അത്ഭുതകരമായി ദൈവം വെളിപ്പെടുത്തുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമാധാനം ഇന്ന് രാത്രി യേശു ഇവിടെ കൽപ്പിക്കുക, യേശു കൽപ്പിക്കുക. അനുഭവിക്കുക, ദൈവജനം അനുഭവിക്കുക. പിശാചിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ തകരട്ടെ. ബൈബിൾ പറഞ്ഞ ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കണ്ട് യേശു അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി, യേശു പ്രത്യക്ഷനായി. ഇന്ന് രാത്രി സാത്താന്റെ പ്രവൃത്തികൾ തകരുകയാ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരുകയാ. ശക്തിയോടെ ദൈവ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. തേങ്ങി പൊട്ടിയ അവസ്ഥയിൽ വന്നതിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി യേശു പണിയുക. ഹൃദയത്തിന്റെ ആഴത്തിലെ ചില മുറിവുകളെ യേശു പൊറപ്പിക്കുക. ജീസസ്, ലോകം വേണ്ട, പാപം വേണ്ട, എനിക്ക് എന്റെ യേശു മതി എന്ന് പറയുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് എന്റെ യേശു മതി, എനിക്ക് എന്റെ യേശു മതി. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകത്തിന്റെ പിന്നാലെ പോയി. സാത്താൻ എന്നെ ഉറക്കി, പത്രോസിനെ ഉറക്കി. ഹെരോദാവ് കൊല്ലുവാൻ നോക്കിയതുപോലെ എന്നെ സാത്താൻ ഉറക്കുക. എന്നാൽ ദൂതനെ വിട്ട് പത്രോസിനെ തട്ടി ഉണർത്തിയതുപോലെ നിന്റെ വചനത്തിലൂടെ എന്നെ തട്ടി ഉണർത്തിയനായി സ്തോത്രം. ഞാൻ ഉണരുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉണരണം. യേശുവിന് വേണ്ടി ഇനിയും ചില അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ആ കരമൊന്ന് ഉയർത്തിയേ. നല്ല പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2013 ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ കരങ്ങളെ ഇന്ന് രാത്രി തൊട്ട് ഉണർത്തിയിരിക്കാൻ നന്ദി. ഇവരിലുള്ള എല്ലാ രോഗങ്ങളെ, എല്ലാ പാപങ്ങളെ, എല്ലാ വേദനകളെ എന്റെ കർത്താവ് ഇന്ന് രാത്രി മാറ്റി വിടിവിച്ചനായി സ്തോത്രം. അത്ഭുതം കൽപ്പിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി യേശുവിനെ തൊട്ടു എന്നുറപ്പുള്ളവർ ആ കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, ശക്തിയോടെ ഈ വചനം കേട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിരാശയിലായിരിക്കാം, നിങ്ങൾ രോഗത്തിലായിരിക്കാം, നിങ്ങൾ വേദനയിലായിരിക്കാം. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് രാത്രി എന്നോടുകൂടെ ഈ സമയത്ത് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ ഈ സമയത്ത് തൊടുവാൻ പോകുക. നമ്മൾ ദൈവവചനത്തിലൂടെ കേട്ടല്ലോ, പത്രോസിനെ വിടുവിച്ച ദൈവം, പത്രോസിനെ തട്ടി ഉണർത്തിയ ദൈവം, ശത്രു അവനെ തകർത്ത് കളയുവാൻ, ശത്രു അവനെ നശിപ്പിക്കുവാൻ പത്രോസിനെ പിശാച് ആമെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ തട്ടി ഉണർത്തി പത്രോസിനെ വിടുതൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയതുപോലെ ഈ 2013 പിശാച് നമ്മെ തകർക്കുവാൻ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നമ്മെ തട്ടി ഉണർത്തി ദൈവം നമ്മെ വിടുവിച്ച് നടത്തുന്ന അവൻ്റെ കൃപകളെ ഈ ദിവസങ്ങൾ നമ്മൾ കാണുവാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകാം, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല, ഞാൻ പിശാചിനെ ഉറക്കിക്കളയുന്നു, എനിക്ക് ആരാധിപ്പാൻ കഴിയുന്നില്ല, പിശാചിനെ ഉറക്കിക്കളയുന്നു, എനിക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല, പിശാച് എന്നെ ഉറക്കിക്കളയുന്നു, എനിക്ക് കൂട്ടായ്മ ബന്ധങ്ങളിൽ മുന്നേറുവാൻ കഴിയുന്നില്ല, സാത്താൻ എന്നെ ഉറക്കിക്കളയുന്നു, ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പിശാചിനെ തകർക്കുവാൻ
തകർക്കുവാൻ അവൻ എന്നെ ഉറക്കിക്കളയുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മ പറയുന്നോ, നീ വിശ്വസിക്ക്. ഒരു ദൂതനെ ഈ സമയം നിൻ്റെ അരികിൽ അവൻ ഇറക്കി വിട്ട് നിന്നെ തട്ടി ഉണർത്തി വിടുതൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ സമയം ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശു നിങ്ങളെ വിടിവിപ്പാൻ സർവശക്തൻ തന്നെ. ബൈബിൾ വായിക്കുമ്പോൾ പത്രോസിനെ ദൈവം വിടുവിക്കുക മാത്രമല്ല, ആമേ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ നടുവിലേക്ക് പത്രോസിനെ കൊണ്ടെത്തിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അവൻ നിങ്ങളെ വിടുവിക്കുക മാത്രമല്ല, നിങ്ങൾ എത്തിച്ചേരേണ്ട മണ്ഡലങ്ങൾ നിങ്ങൾ എത്തിച്ച് ആമേ തൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനത്രേ. 2013 ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചുമക്കുവാൻ കഴിയാത്ത ഭാരവുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ബൈബിൾ പറഞ്ഞ ഇരമ്യാ 38 പറയുന്നു, അന്ന് ഞാൻ അവൻ്റെ നുകം നിൻ്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചു കളയും, അമിക്കയറുകളെ ഞാൻ അറുത്തുകളയും, ഇനി അന്യന്മാർ അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല എന്നുള്ള വചനം പോലെ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുവാൻ പോകുകയാണ്. യേശു നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേ, കണ്ണുകളെ മൂടാം. നല്ല പിതാവേ, സ്വർഗ്ഗീയ ദൈവമേ, മനോഹരമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം കണ്ടതും ഭൂമി കാണാത്തതുമായ ഒരു ദിവസം കൂടി ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവേ, ഈ വചനം ശ്രദ്ധിച്ച, ഈ വചനം കേട്ട നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സൗഖ്യമാക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനം വേദനകളെ മാറ്റുന്ന വചനം, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾക്ക് കർത്താവെ ആശ്വാസം നൽകുന്ന വചനം. ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആമേ കർത്താവെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് ഈ വചനത്തിൻ്റെ ശക്തി അയച്ച് നിൻ്റെ മക്കളുടെ ദൈവം വിടുവിച്ച് 2013 അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉയർച്ചയുടെയും ദൈവപ്രവൃത്തിയുടെയും നാടുകളാക്കി ദൈവം മാറ്റിയവരെ ദൈവം ബ്ലസ് ചെയ്യുവാൻ, ദൈവവരെ ബലപ്പെടുത്തുവാൻ, ദൈവവരെ ശക്തീകരിപ്പാൻ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളുടെ ഉള്ളിൽ ഭാരപ്പെടുന്നുവോ, അത് രോഗമാകാം, കടഭാരമാകാം, പാപമാകാം, ഏത് വിഷയമായാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവിക സൗഖ്യം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ച് ദൈവവരെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് ചെയ്യാൻ പോകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ ജനത്തെ ദൈവം വിടുവിച്ച് സൗഖ്യമാക്കി ആമേ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിലൂടെ കർത്താവെ കാണുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ രാജ്യത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവ് നിൻ്റെ മക്കളെ തൊട്ടതുകൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് കാണുന്നു ചില ആമേ തൈറോയിഡുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പരിശുദ്ധാത്മാവ് കാണുന്ന ചില അസ്ഥിരോഗങ്ങളെ കർത്താവ് ഈ സമയം വിടിവിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ചില കെട്ടുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പൊട്ടിച്ചു കൊണ്ടിരിക്കുക. ഊഢാമാന ഹദരഗമന ഹസ്തനാധികാര വൈഷ്മ ഹോലി അന്തൽ ഘടകസിയ വെള്ളത്തിനു മീതെ പരിവർത്തിക്കപ്പെട്ട ചില ദൈവത്തിൻ്റെ ആത്മാവ് ചില ഭവനങ്ങളുടെ ഉള്ളറകളിൽ ഈ സമയം പരിവർത്തിച്ചു കൊണ്ടിരിക്കാൻ നന്ദി. കർത്താവ് ചിലതിനെ വിടുവിച്ചു കൊണ്ടിരിക്കാൻ നന്ദി. ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം അത്ഭുതമായി വെളിപ്പെടുത്താനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവർ അത് അനുഭവിക്കട്ടെ, അതവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. നിൻ്റെ നാമത്തിൻ്റെ മഹത്വം അങ്ങ് ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ അത്ഭുതകരം നീട്ടി അവിടുന്ന് സൗഖ്യമാക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. മഹത്വം പുകഴ്ചയുമെല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ആ യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ തൊട്ട് കർത്താവ് മാനിക്കുന്ന നാളുകളായി, വിടുവിക്കുന്ന ആളുകളായി ഈ നാടുകൾ ദൈവം തീർക്കുവാൻ പോകുന്നു. വീണ്ടും അടുത്ത മാസം ഇതേ സമയം നമ്മൾ കാണുന്നവരെ കർത്താവ് നമ്മെ സന്തോഷമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ വീണ്ടും കാണുന്നവരെ നമ്മളായിരിക്കുന്ന ഇടങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.